അകാരണമായി പോലീസ് ഭീകരമായി മർദ്ദിച്ച സംഭവത്തെ സംബന്ധിച്ചായിരുന്നു അടിയന്തര പ്രമേയം. ചർച്ചയ്ക്ക് വരികയും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും കള്ളപ്രചരണങ്ങളുമാണ് നടത്തിയത്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പിൽ നിന്നും 144 പേരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. ബോധപൂർവം സഭയെ തെറ്റിദ്ധരിപ്പിക്കുവാനും ജനങ്ങളെ കബളിപ്പിക്കുവാനുമാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. സഭയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിയത്. സഭയോടുള്ള അനാദരവാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. ഇന്ന് ഞാൻ അദ്ദേഹത്തോട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. തന്റെ ഭരണകാലത്ത് പിരിച്ചുവിട്ട 144 പോലീസുകാരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെക്കുമോ, അതോ പബ്ലിക്കായി ജനങ്ങളുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? മുഖ്യമന്ത്രി ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലാത്ത പക്ഷം കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.